ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ മൻസൂർ അലി, നഹാസ് ഹോസ്പിറ്റൽ പരപ്പനങ്ങാടിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത നിയോനറ്റോളജിസ്റ്റാണ്. നവജാത ശിശു പരിപാലനത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അതായത് എസ്പെഷ്യലി ന്യൂ അമ്മമാർക്ക്, അതായത് പുതുതായിട്ട് ഫസ്റ്റ് ടൈം ഗർഭം ധരിക്കുന്ന അമ്മമാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. മൂപ്പെത്തിയിട്ടുള്ള കുഞ്ഞും ആവശ്യത്തിന് തൂക്കമുള്ള കുഞ്ഞുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർ കണ്ട ശേഷം റൂമിലേക്ക് മാറ്റും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഹൈപ്പോതെർമിയ പ്രിവെൻഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ തണുപ്പടിക്കാൻ പാടില്ല. ശരിയായ രീതിയിൽ കവർ ചെയ്തിട്ട് വേണം കിടത്താൻ. തല മുതൽ കാല് വരെ പ്രോപ്പറായിട്ട് ഉടുപ്പിട്ടെടുത്ത് കവർ ചെയ്യണം. അതിന് പുറമെ തലയിൽ ക്യാപ്പും അതേപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ സോക്സും മിറ്റൻസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ശരിക്ക് കവർ ചെയ്തിട്ട് പിന്നെ കോട്ടൻ്റെ തുണിയിൽ പൊതിഞ്ഞിട്ട് വേണം കിടത്താൻ. അപ്പോൾ ഇത് തുറന്നു വിട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവഴി ശരീരത്തിൻ്റെ താപനില കുറഞ്ഞു പോകാനും അത് ചിലപ്പോൾ മിടിപ്പ് കുറയാനും ഹൃദയസ്തംഭനം വരെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് അമ്മമാർ ചോദിക്കുന്ന എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഫീഡിങ്ങിനെ പറ്റിയിട്ട്. ഫീഡിങ് എത്ര തവണ ചെയ്യണം, എത്ര സമയം ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ന്യൂ ബോൺ ബേബീസിന് എല്ലാ 2 മണിക്കൂറിലും കഴിയുന്നതും ഫീഡ് ചെയ്യാൻ നോക്കണം. അത് അവർ ഉറക്ക കൂടുതലുണ്ടെങ്കിൽ പോലും എണീപ്പിച്ചിട്ട് മാക്സിമം ഫീഡ് ചെയ്യാൻ നോക്കണം. ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു 20 to 30 മിനിറ്റ്സ് മാക്സിമം പ്രോപ്പറായിട്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ നന്നായിട്ട് ഫീഡ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ നിന്നും കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ദിവസം ഒരു 10 മുതൽ 12 തവണ വരെയൊക്കെ ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്തിട്ടില്ല, കുഞ്ഞിന് ആവശ്യമായ പാല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഷുഗർ കുറഞ്ഞു പോകാനും അതുവഴി ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള കണ്ടീഷൻ വരാനും ഉള്ള സാധ്യതയുണ്ട്. ഇതൊരു പരിധിയിൽ കൂടുതൽ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണമായി കുഞ്ഞിന് അപസ്മാരം വരാനും അത് കാഴ്ചയെ വരെ ബാധിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫീഡിങ്ങിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് പറയാനുള്ളത് ബർപ്പിങ്ങിനെ കുറിച്ചാണ്. ബർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം ഉടനെ കിടത്തുന്നതിന് പകരം നമ്മൾ എടുത്തിട്ട് ശരിക്കും നന്നായിട്ട് കൊട്ടി കൊടുക്കണം. അതായത് ഇവർ പാല് കുടിക്കുന്ന സമയത്ത് വായു വലിച്ചു കയറ്റാനും വയറ്റിൽ ഗ്യാസ് ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ആ ഗ്യാസ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കുഞ്ഞിന് ഷോൾഡറിലൊക്കെ വെച്ചിട്ട് പല മെത്തേഡ്സ് ഉണ്ട് ബർപ്പിങ്ങിൽ. അപ്പോൾ അത് ഒരു പ്രോപ്പറായിട്ട് 5 to 10 മിനിറ്റ്സ് ബർപ്പ് ചെയ്ത് ഗ്യാസ് കൊട്ടി കളഞ്ഞിട്ടില്ലെങ്കിൽ കുഞ്ഞിനെ കിടത്തുന്ന സമയത്ത് പെട്ടെന്ന് ഛർദ്ദിക്കാനും അതുവഴി മലർന്ന് കിടന്നാണ് കുഞ്ഞ് ഛർദ്ദിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിലേക്ക് പോകാനും ആസ്പിറേഷൻ വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബർപ്പിംഗ് ഒക്കെ നന്നായി ചെയ്തതിന് ശേഷം തലഭാഗമൊക്കെ പൊക്കി വെച്ചിട്ട് വേണം കുഞ്ഞിനെ കിടത്താൻ. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് കോട്ട് കെയർ ആണ്. കോട്ട് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിൾ കൊടിയുടെ പരിപാലനം. പൊക്കിൾ കൊടിയുടെ സൈറ്റ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് വെക്കണം. ഡയപ്പറൊക്കെ കഴിയുന്നതും അതിൻ്റെ താഴേക്ക് ധരിപ്പിക്കാൻ ശ്രമിക്കുക. അതുവഴി ഇൻഫെക്ഷൻ, കോഡ് വഴിയുള്ള ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം സംസാരിക്കാനുള്ളത്, അമ്മമാർ ചോദിക്കുന്നത് കുട്ടീനെ കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യത്തെ ദിവസം തൊട്ട് ചോദിച്ചു തുടങ്ങും. നമ്മൾ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളെ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ കുളിപ്പിക്കാറില്ല. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാധാരണഗതിയിൽ കുളിപ്പിക്കാറില്ല. എപ്പോഴും കുളിപ്പിക്കുന്നത് ഉചിതം പൊക്കിൾ കൊടി നന്നായിട്ട് ഉണങ്ങി വീണതിന് ശേഷം കുളിപ്പിക്കുന്നതാണ് നല്ലത്. കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കുക. അധികം തണുപ്പടിക്കാണ്ട് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചില ടെസ്റ്റുകൾ ഉണ്ടാവും. അത് വെറുതെ ചെയ്യുന്നതല്ല, കുഞ്ഞുങ്ങൾക്ക് അതുവഴി മറ്റു ബുദ്ധിമുട്ടുകൾ വരാണ്ടിരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ മഞ്ഞ പരിശോധിക്കും. മഞ്ഞ എന്ന് പറഞ്ഞാൽ ബിലിറൂബിൻ ഒരു പരിധിയിൽ കൂടുതൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നോർമലായിട്ടുള്ള ബിലിറൂബിനും ഉണ്ട്, അത് അബ്നോർമലായിട്ടുള്ളതുണ്ട്. അത് കുട്ടിയുടെ പ്രായവും തൂക്കവും ഒക്കെ അനുസരിച്ച് ഓരോ ദിവസവും ഓരോ റേഞ്ചിലാണ് അതിൻ്റെ ബിലിറൂബിൻ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അത് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഡോക്ടർ ബിലിറൂബിൻ കൂടുതലാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള ചികിത്സ അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ലൈറ്റ് അടിക്കുക പോലെയുള്ള ചികിത്സകളും പല രീതിയിലുള്ള ചികിത്സകളും ഉണ്ട്. അത് നമ്മൾ ചെയ്യണം. കാരണം അധികം വരുന്ന മഞ്ഞ ശരീരത്തിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകാനും അത് ബ്രെയിനിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി കുട്ടിക്ക് അപസ്മാരം വരാനും കേൾവിയെ ബാധിക്കാനും തളർച്ച വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വേണ്ടതായിട്ട് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. മറ്റൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കേൾവി പരിശോധനയാണ്. കേൾവി പരിശോധന ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലവർ പറയാറുണ്ട് കുട്ടി ഞെട്ടുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കേൾവി പരിശോധനയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞെട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ സാധാരണഗതിയിലുള്ള ഒരു റിഫ്ലക്സ് ആണ്. അത് കണ്ടെന്ന് കരുതിയിട്ട് കേൾവി ടെസ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. കേൾവി പരിശോധനയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ചില കുട്ടികൾക്കൊക്കെ നമ്മൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയുള്ള വൈകല്യങ്ങളായിട്ടൊക്കെ വരുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലായി വരെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോഴേക്ക്
ചിലപ്പോൾ സംസാരിക്കാത്തതിന്റെ കാരണം തന്നെ ഈ കേൾക്കാത്തതായിരിക്കും. അപ്പോൾ ഈ കേൾവിക്ക് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്നത്തെ കാലത്ത് ഉചിതമായിട്ടുള്ള ചികിത്സയുണ്ട്. അപ്പോൾ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യുന്ന വേറൊരു ടെസ്റ്റാണ്, സ്ക്രീനിങ് ടെസ്റ്റാണ് തൈറോയിഡിന്റെ ഒരു ടെസ്റ്റ്. തൈറോയിഡിന്റെ ടെസ്റ്റും നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പോലെ നിർബന്ധമായിട്ടും ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ളൊരു ഹോർമോണാണ്. അപ്പോൾ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. അത് ചില കുട്ടികളിലൊക്കെ കാണാറുണ്ട്. അവർക്ക് ഉചിതമായിട്ടുള്ള ചികിത്സ അത്യാവശ്യമാണ്. അപ്പോൾ അത് വേണ്ട സമയത്ത് ചികിത്സ വേണോ വേണ്ടേ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. മെജോറിറ്റി നോർമലായിരിക്കും, കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഈ ചികിത്സയൊക്കെ വേണ്ടി വരുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നീട് ലേറ്റ് ആയിട്ടാണ് ഇത് അറിയുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്താണ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അവരുടെ ബുദ്ധി വളർച്ചയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഇങ്ങനെയുള്ളതെല്ലാം കറക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുത്തിവയ്പ്പുകൾ, BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി, പ്രസവിച്ച ഉടനെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഇതെല്ലാം എടുക്കണം. ഈ വാക്സിൻസ് നമ്മളെ ഭാവിയിൽ വരുന്ന TBയും അതുപോലുള്ള ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിവറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അസുഖം, പിന്നെ അതുപോലെ പോളിയോ, അങ്ങനെയുള്ളതൊക്കെ പ്രിവെന്റ് ചെയ്യാനും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വിപത്തുകൾ മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വാക്സിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാക്സിൻസ് നിർബന്ധമായിട്ടും എടുക്കുക. പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് സമയത്ത് OPയിൽ ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് പറയാനുള്ളത്. ബാക്കി ടിപ്സും പുതിയ ടോപ്പിക്സും ആയിട്ട് നമുക്ക് ഇനി പിന്നീട് കാണാം. നമസ്കാരം.